ഇനി കുറച്ച് കളിയുള്ളൂ. ആരും എങ്ങനെയെങ്കിലും ജയിച്ച് പ്ലേ ഓഫ്സ് കയറ്റിയില്ലെങ്കിൽ പൂത്തവനെ ഇങ്ങോ ചോദിക്കട്ടെ. ഞാൻ ഇങ്ങ് വരാൻ പറഞ്ഞ എന്തിനായിരിക്കും? പാട്ടുപാടയിൽ എടുത്ത് കേട്ടത്. നീ ഒരു പോഡ്കാസ്റ്റ് നടത്തിയായിരുന്നു കളി തുടങ്ങുന്നതിന് മുമ്പ്? എന്തൊക്കെയാ പറഞ്ഞത്? 14 ഗ്രൂപ്പ് സ്റ്റേജിൽ 12 നമുക്ക് ജയിച്ച് അങ്ങനെ സെമി കയറി നേരെ നമ്മൾ ഫൈനലിൽ കപ്പടിക്കില്ലാണ്. അതിന് മുമ്പ് എന്താ തൊലിച്ചത്? നിങ്ങൾ നാലേക്ക് ബാക്കി 9 ടീമില്ലേ, അവർക്ക് ജയിക്കണ്ടേ? നമുക്ക് ഒറ്റയ്ക്ക് പോയാലും നമ്മൾ ഒറ്റയ്ക്ക് കളിക്കണ്ടേ? അവരും ജയിക്കട്ടെ 2 കളി. അതിന് മുമ്പ് അവൻ വെൽക്കം പറഞ്ഞു. നീ എന്നെ കൊണ്ട് തൊലിപ്പിക്കരുത്. അവിടെ നീ പറഞ്ഞ് ഒരു മാച്ച് വിന്നറായിട്ട് വരണം. ഇപ്പൊ ധോണി ഇല്ല, ഫിനിഷർ റോളില്ല. ഇന്ത്യൻ ടീമിന് എനിക്ക് വരണം. ഇന്ത്യൻ ടീമിനാണോ അതോ? ഇല്ല, ഇപ്പൊ ബാംഗ്ലൂരിലാണ് ഞാൻ ഉള്ളത്. എനിക്ക് ബാംഗ്ലൂരിൽ അത് വേണം. പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും പെട്ടെന്ന് നോട്ടാവണേ, എങ്കിലും എനിക്ക് ഹീറോയിസം കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഹീറോയിസം കാണിച്ച് അങ്ങനെ സൂപ്പർ ഹീറോ പരിവേഷം കിട്ടി. സൂപ്പർ ഹീറോ ഒരു സൂപ്പർ മാൻ ഓഫ് ദ മാച്ച് പോലെ. അതെ അതെ, അതുപോലെ ആവണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിക്കണേ. ആ മാസം അടിച്ചിട്ട് ഒരു 50 റണ്ണെങ്കിലും നീ അടിച്ച. പക്ഷെ 50 ബോള് കളിച്ച് അതിന്റെ കാണാനും ഉണ്ട്. കുറച്ചുകൂടി കളിക്കായിരുന്നു. കുറച്ചും കൂടെ കളിക്കാൻ എടുത്ത് കേട്ടു. കോച്ച് 10 കളിയായി, നീ ഇതുവരെ കണ്ടാടാ കളിക്കാത്തേ? താനൂർക്ക് ചക്ക തിന്നാൻ പോയപ്പോ ചക്കയെല്ലാം തമ്പാനൂര് പോയിരുന്നു. അങ്ങനെ തമ്പാനൂര് ഒന്ന് ചക്ക തിന്നാൻ വേണ്ടി പോയപ്പോ അവര് പറയാ ചക്ക മാവില കായ്ക്കില്ല. അങ്ങനെ മാവിലയിലെ ചക്ക തിന്നാൻ പാടൊന്ന് മാവിലാക്കരെ പോയി ചോദിച്ചപ്പോ അവിടുത്തെ കാരണവര് എന്താ പറഞ്ഞെന്നറിയോ? അവര് നാട്ടുകാരല്ലാണ്. അതുകൊണ്ടാ മഷി ഞാൻ കളിക്കാത്തതിലേക്ക് ഞാൻ കളിക്കേണ്ടതായിരുന്നു. ഐ എം സോറി ശർമ്മ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ദിനേശേ, എന്റെ ചക്ക കുറവന് ഭ്രാന്തന്മാരെ കാര്യം.